കാർഷിക വാർത്തകൾ. വേനൽ കടുത്തതോടെ തീരക്കടലിൽ മത്സ്യലഭ്യത വൻതോതിൽ കുറയുന്നു. ഉപരിതല മത്സ്യങ്ങളായ മത്തി, അയല, കിളിമീൻ തുടങ്ങിയവയുടെ ലഭ്യത കുറഞ്ഞതോടെ വിപണിയിൽ വില കൂടി. തീരക്കടൽ ചൂടുപിടിക്കുന്നതും വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതും കാരണം മീനുകൾ താരതമ്യേന തണുപ്പുള്ള ആഴക്കടലിലേക്ക് പോവുകയാണ്. ഇതാണ് തീരക്കടലിൽ മത്സ്യലഭ്യത വൻതോതിൽ കുറയാൻ കാരണം. ഉപരിതല മത്സ്യങ്ങളായ മത്തി, അയല, കിളിമീൻ തുടങ്ങിയവയുടെ ലഭ്യതയിലാണ് വലിയ കുറവുണ്ടായത്. ഇതോടെ വിപണിയിൽ വിലയും ഉയർന്നു. വേനൽക്കാലത്ത് പൊതുവെ മീൻ കുറയാറുണ്ടെങ്കിലും ഇത്തവണ വലിയ തോതിൽ മീൻ കുറഞ്ഞെന്നാണ് വിലയിരുത്തൽ. ആഴക്കടലിൽ മീൻ പിടിക്കുന്ന ട്രോളർ ബോട്ടുകൾക്ക് അയലയും മത്തിയും ധാരാളമായി കിട്ടുന്നത് തന്നെ ഇതിന് തെളിവാണ്. ചൂട് ഇനിയും കൂടിയാൽ സ്ഥിതി രൂക്ഷമാകും. ചൂട് കൂടുമ്പോൾ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറയും. ഇതോടെ ഓക്സിജൻ തീരെ കുറവായ ഓക്സിജൻ മിനിമം സോൺ രൂപപ്പെടും. അവിടെ നിന്ന് മീനുകൾ മറ്റിടങ്ങളിലേക്ക് പോകും. ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന മീനുകൾ മാത്രം ഈ ഭാഗത്ത് വരും. കാര്യമായ വേനൽ മഴ ലഭിച്ചാലേ ഇതിനൊരു പരിഹാരമാകൂ. ഇല്ലെങ്കിൽ മഴക്കാലത്ത് മാത്രമേ മീനുകൾ തിരികെ എത്തൂ എന്നും വിദഗ്ധർ പറയുന്നു. തീരക്കടലിൽ മത്സ്യലഭ്യത കുറയുന്നതിനൊപ്പം പാചകവാതകക്ഷാമം കാരണം ആഴക്കടലിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നതും മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലോകത്തെ വിലപിടിപ്പുള്ള മരങ്ങളിലൊന്നാണ് സുഗന്ധദ്രവ്യ ഉൽപാദന മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത കൈനം. അഗർവുഡ് ഇനത്തിൽപ്പെട്ട ഈ മരത്തിന്റെ 10 ഗ്രാം മരക്കഷ്ണം സ്വന്തമാക്കണമെങ്കിൽ 85 ലക്ഷം രൂപ വരെ നൽകേണ്ടി വരും. കേടുവന്നാൽ പോലും സ്വർണത്തിന്റെ വില ലഭിക്കുന്ന മരമാണ് കൈനം. സുഗന്ധദ്രവ്യ ഉൽപാദന മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഈ മരത്തെ ഇത്രയും മൂല്യമുള്ളതാക്കുന്നത് അതിലുണ്ടാകുന്ന ഫൈലഫോറ പാരസൈറ്റിക എന്ന പൂപ്പലാണ്. പൂപ്പൽ ബാധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി മരം അലോസ് എന്ന ഒരു റെസിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ റെസിനാണ് സുഗന്ധമുണ്ടാക്കുന്നത്. എന്നാൽ ഇങ്ങനെ റെസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വർഷങ്ങളെടുക്കും. സാധാരണഗതിയിൽ അക്യുലേറിയ മരങ്ങളുടെ കാമ്പ് സുഗന്ധമില്ലാത്തതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ അവ സുഗന്ധം ഉൽപ്പാദിപ്പിക്കുന്ന റെസിൻസ് പുറത്തുവിടുകയുള്ളൂ. മരത്തിന് ഇടിമിന്നലേൽക്കുമ്പോഴും ഉറുമ്പുകളും തേനീച്ചകളും കൂടുകൂട്ടുമ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. അതായത് കാമ്പ് നശിപ്പിക്കപ്പെട്ടേക്കാമെന്ന തോന്നലുണ്ടാകുമ്പോഴാണ് മരം റെസിൻസ് ഉൽപ്പാദിപ്പിക്കുന്നത്. തേക്കുൾപ്പെടെയുള്ള എല്ലാ മരങ്ങളിലും കേടുബാധിച്ച് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കൈനം മരത്തിന് കേടുവരാനാണ് കൃഷിക്കാർ പ്രാർത്ഥിക്കുന്നത്. റെസിൻസ് നിറഞ്ഞ തടിക്കഷ്ണത്തെ വേർതിരിച്ചെടുക്കുക മണിക്കൂറുകൾ എടുക്കുന്ന പ്രക്രിയയാണ്. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന മരക്കഷ്ണങ്ങളാണ് പൊന്നും വിലയ്ക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. തെക്കൻ കിഴക്കൻ ഏഷ്യ, ഇന്ത്യ, ചൈന, മിഡിൽ ഈസ്റ്റ് എന്നീ പ്രദേശങ്ങളിലാണ് കൈനം സാധാരണയായി കാണപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 600 വർഷം പഴക്കമുള്ള കൈനത്തിന്റെ 16 കിലോ വരുന്ന ഒരു മരക്കഷ്ണത്തിന് 171 കോടി രൂപ വില ലഭിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ചൈനയിൽ നിന്ന് കേരളത്തിലെത്തി ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് കമ്പിളി നാരകം. നാരങ്ങയുടെ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിപ്പമുള്ള കമ്പിളി നാരകത്തിന് വിപണിയിൽ കിലോയ്ക്ക് 200 രൂപ വരെ ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ ധാരാളം കണ്ടുവരുന്ന പഴമാണ് നാരങ്ങ വർഗത്തിൽപ്പെട്ട കമ്പിളി നാരകം. മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനും ജെല്ലി ഉണ്ടാക്കാനും കമ്പിളി നാരങ്ങ ഉപയോഗിക്കുന്നു. അല്പം പുളിയും മധുരവും നിറഞ്ഞതാണെങ്കിലും കമ്പിളി നാരങ്ങ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും കമ്പിളി നാരകത്തിന് ഏറെ അനുയോജ്യവുമാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന കമ്പിളി നാരകത്തിൽ വൈറ്റമിൻ സി, ജലാംശം, കൊഴുപ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത്രയും ഗുണമുള്ള കമ്പിളി നാരകം വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും. പൂർണ്ണ വളർച്ചയെത്തിയ മരമായ കമ്പിളി നാരകത്തിന് വേനൽക്കാലത്ത് 100 മുതൽ 200 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ്. കേരളത്തിലെ വിപണികളിൽ കമ്പിളി നാരങ്ങയുടെ വില സാധാരണയായി 1 കിലോയ്ക്ക് ഏകദേശം 100 രൂപ മുതൽ 200 രൂപ വരെയാണ്. പഴത്തിന്റെ വലിപ്പവും ഗുണനിലവാരവും അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.